ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണേ. അപ്പോൾ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നല്ല വൈബാണ് രാത്രി ഇത് കൂടെ നടക്കുക എന്നുള്ളത്. പകൽ നടക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കുമാണ് കേട്ടോ. വെയിലടിച്ച് മനുഷ്യൻ പണ്ടാറടങ്ങി ചത്തുപോകും. പക്ഷേ രാത്രിയാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. അതുപോലെ തന്നെ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ തണുപ്പൊന്നുമല്ല, നമ്മൾ നോർമൽ തണുപ്പ്, നല്ല കാറ്റ് വീശും കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് നടന്ന് പോകാൻ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ പാർക്കിൽ പോയിരിക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന് ഡിന്നർ പുറത്തായതുകൊണ്ട് അപ്പം നമ്മളങ്ങനെ ഇന്ത്യ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആണ് ചപ്പാത്തി പറഞ്ഞിട്ടുള്ളത്, ലിജുവിന് പൊറാട്ടയും നിലുവിന് ഗീ റൈസും ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. മൂക്കങ്ങനെ പൊറാട്ട കൊടുക്കാറില്ല, ചെറിയൊരു പോർഷനൊക്കെ കൊടുക്കാറുള്ളൂ കേട്ടോ. എല്ലാ ഫുഡും കഴിച്ച് ട്രൈ ചെയ്യണമല്ലോ എല്ലാ കുട്ടികളും. അപ്പോൾ ഇപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സമയം ആയിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ കൊടുക്കാത്തത്. ഒരു ചെറിയ കഷ്ണമൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 5 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക. കാരണം കുട്ടികളുടെ വയറ്റിൽ ദഹിക്കാൻ സമയമെടുക്കും. അപ്പോൾ കേൾക്കുന്നവർക്ക് ഇത് ഭയങ്കര അസൗകര്യമായി തോന്നിയേക്കാം. പക്ഷേ എൻ്റെ മോളുടെ കാര്യത്തിൽ ഞാനാണല്ലോ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പം ഞാനങ്ങനെ കൊടുക്കാറില്ല. പിന്നെ ഞങ്ങളങ്ങനെ കുഞ്ഞിക്കോഴി ഓപ്പൺ ചെയ്തപ്പോൾ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. മസാലയുടെ സ്മെല്ലൊക്കെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിച്ചു നോക്കി, അടിപൊളിയായിരുന്നു. അതിൻ്റെ മസാലയൊക്കെ ഓരോ പോർഷനിലും പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓയിലി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പൊതുവേ എനിക്ക് ഓയിലി അധികമുള്ള ഫുഡിനോട് അധികം താല്പര്യമില്ല. കഴിക്കും കേട്ടോ, മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ലിജു നാട്ടിലുള്ള സമയത്തൊക്കെ ഞങ്ങൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. ഇതൊക്കെയല്ലേ ഒരു ഹാപ്പിനെസ്. പക്ഷേ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാത്തവരും ഉണ്ടായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ് കേട്ടോ. അതിലൊന്നും ആരും ഇടപെടാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ പൊറാട്ടയും ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ചപ്പാത്തിയിൽ ആ ഗ്രേവിയും ചിക്കൻ പീസൊക്കെ കൂട്ടിയിട്ട് ഞാനൊരു പിടി പിടിച്ചിട്ടോ. അസാധ്യ ടേസ്റ്റായിരുന്നു കുഞ്ഞിക്കോഴിയുടെ മസാല. എന്താണ് മസാലയിൽ ഇത്രയധികം ടേസ്റ്റിന് വേണ്ടിയിട്ട് അവർ ചേർക്കുന്നതെന്നറിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഗാലക്സി വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് നടന്നു കേട്ടോ. അപ്പം നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ നിലു ഇപ്പോൾ എൻ്റെ ഒക്കത്ത് കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. നടക്കുകയേ ഇല്ല കേട്ടോ. ഇവിടെ വണ്ടികൾ കുറവായതുകൊണ്ടും വണ്ടികൾക്ക് പോകാൻ സെപ്പറേറ്റ് സ്ഥലം, ആളുകൾക്ക് നടക്കാൻ സെപ്പറേറ്റ് സ്ഥലമൊക്കെ ഉണ്ടായതുകൊണ്ട് അവൾ എൻജോയ് ചെയ്ത് നടന്നു കേട്ടോ. അപ്പോൾ ബൈ ബൈ.